ശക്തമായ തീരുമാനം എടുക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി എന്നും മുൻപന്തിയിൽ തന്നെയാണ് ഉള്ളത്. അത് മനുഷ്യരുടെ വികാരം പരിഗണിച്ച് തന്നെയാണ് എടുക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷ വികാരം എന്നതിലുപരി ന്യായം എന്നുള്ള ഒരു ഘടന എന്തായാലും അതിൽ വരും. പശുക്കളെ ഭാരതീയർ കാണുന്നത് അമ്മയായിട്ടാണ്, ഗോ മാതാവാണ്. അവരെ കൊല്ലുന്നതിനും ക്രൂശിക്കുന്നതിനും ഒരിക്കലും BJP സർക്കാർ കൂട്ടുനിൽക്കില്ല എന്നത് തന്നെയാണ് വാസ്തവം. അതിൽ നിർണായക ഒരു നീക്കം തന്നെയാണ് മോദിയുടെ നേതൃത്വത്തിൽ ആസാമിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പൊതു ഇടങ്ങളിൽ ബീഫ് വിൽക്കുന്നതും കഴിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് ആസാം സർക്കാർ. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, പൊതുചടങ്ങുകൾ, കമ്മ്യൂണിറ്റി ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും പൂർണ്ണമായും നിരോധിക്കുന്നതായി ആസാം സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 2021 കന്നുകാലി സംരക്ഷണ നിയമം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കമ്മ്യൂണിറ്റി ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ബീഫ് കഴിക്കുന്നത് നിരോധിക്കുന്നതിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ബീഫ് ഉപഭോഗം സംബന്ധിച്ച് നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതികൾ അംഗീകരിച്ച മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബുധനാഴ്ച തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. 2015 അമിത്ഷായുടെ നേതൃത്വത്തിൽ BJPയിൽ ചേർന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ക്ഷേത്രങ്ങൾക്ക് സമീപത്തെ ബീഫ് നിരോധിക്കാനായിരുന്നു സർക്കാരിന്റെ ആദ്യം എടുത്ത തീരുമാനം. എന്നാൽ റെസ്റ്റോറന്റ്, ഹോട്ടൽ, പൊതുചടങ്ങുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും ബീഫ് വിളമ്പുന്നതും വിൽക്കുന്നതും നിരോധിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ക്ഷേത്രങ്ങൾക്ക് സമീപത്ത് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി ഇടങ്ങൾ, ഹോട്ടൽ, റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിൽ ബീഫ് വിൽക്കാനോ കഴിക്കാനോ പാടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ബീഫ് ഉപഭോഗം സംബന്ധിച്ച് നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്ത് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്താൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തതായി ശർമ്മ വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു. ക്ഷേത്രങ്ങളുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ബീഫ് വിളമ്പുകയോ കഴിക്കുകയോ ചെയ്യരുതെന്ന വ്യവസ്ഥ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ബീഫ് നിരോധനം സംബന്ധിച്ച സൂചന മുഖ്യമന്ത്രി ശർമ്മ നേരത്തെ തന്നെ സൂചനയും നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പൊതു ഇടങ്ങളിൽ ബീഫ് നിരോധനം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ ബീഫ് നിരോധനം സ്വാഗതം ചെയ്യാൻ മന്ത്രി പീയൂഷ് ഹസാരിക പ്രതിപക്ഷമായ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അല്ലാത്ത പക്ഷം പാകിസ്ഥാനിൽ പോയി സ്ഥിരതാമസമാക്കിക്കൊള്ളാനും മന്ത്രി താക്കീത് നൽകുന്നുണ്ട്. കോൺഗ്രസ് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ആസാമിൽ ബീഫ് നിരോധിക്കാൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞ ഞായറാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2021 ആസാം കന്നുകാലി സംരക്ഷണ നിയമം അനുസരിച്ച് ഹിന്ദു, ജൈന, സിഖ് ബീഫ് കഴിക്കാത്ത വിഭാഗത്തിലുള്ളവരുടെ ക്ഷേത്രത്തിന്റെയോ മതസ്ഥാപനങ്ങളിലൂടെയോ 5 കിലോമീറ്റർ ചുറ്റളവിൽ ബീഫ് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് സർക്കാർ നിരോധിച്ച കാര്യം തന്നെയായിരുന്നു.